അടൂർ ഭരിക്കുന്ന CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിലാണ് ഇത്തരത്തിലുള്ള ഒരു വൻ ക്രമക്കേട് നടന്നിരിക്കുന്നത്. സഹകരണ ബാങ്കിലെ വൻ ക്രമക്കേടുകൾ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ മുതിർന്ന ഇടത് നേതാവ് ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയും ബാങ്ക് പ്രസിഡന്റുമായ പൊൻ താമരപ്പിള്ള. 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് ബാങ്കിൽ നടന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ തനിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നുവെന്നും പൊൻ താമരയുടെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, നിലവിൽ അവിടെ നിന്നുള്ള BJP നേതാവ് നമ്മളോട് പങ്കുവച്ചത് അവിടെ അടൂർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല സഹകരണ ബാങ്കുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. CPM ഭരിക്കുന്ന ബാങ്കുകളിലൊക്കെ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയും ക്രമക്കേടുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ഒരു വ്യക്തി തുറന്നു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, കാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പ്രവണത CPM ഭരിക്കുന്ന പല സഹകരണ ബാങ്കുകളിലും വച്ച് നടത്തുന്നുണ്ട്. അവരുടെ താല്പര്യക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ ക്രമം തെറ്റിച്ചുകൊണ്ട് തന്നെ ലോൺ പാസ്സാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വീണ്ടും പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാലങ്ങളായി വരുന്ന പ്രസിഡന്റുമാരെ നിർബന്ധിക്കുന്നത്. അതിന് വഴങ്ങിയില്ല എങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. ഇങ്ങനെ ലക്ഷങ്ങൾ വെട്ടിക്കുന്ന സഖാക്കളെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും രോഹിണി, ഈ വാർത്തയൊന്നും തന്നെ പുതിയ വാർത്തയല്ല. ഇതല്ലെങ്കിൽ നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിൽ CPM സഖാക്കളുടെ നേതൃത്വത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അഴിമതികളുടെ കഥകൾ അത് തുടർക്കഥയായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ എത്രമാത്രം വ്യാപ്തിയുള്ളതായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അടൂർ സഹകരണ ബാങ്കിലും നടന്നിരിക്കുന്നത് മറ്റൊന്നല്ല, സമാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് അടൂരിലും നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് പുറത്തു വരാൻ കാരണം ഈ CPM നേതാവ് തന്നെ അങ്ങനെ വെളിപ്പെടുത്തണമെങ്കിൽ അത്രമാത്രം ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ക്രമക്കേടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, അവരെ ഇതിന് പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ സാമ്പത്തിക ക്രമക്കേടുകളിന് കൂട്ടുനിൽക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്കെതിരെ പ്രതികാര നടപടി എടുക്കുന്നു. ഒപ്പം CPM പ്രാദേശിക നേതാക്കളാണ് തന്നെ ഈ രീതിയിൽ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ CPMൻ്റെ മഹിളാ അസോസിയേഷൻ നേതാവും മുൻ MLAയുടെ ഭാര്യയുമായിട്ടുള്ള പൊൻതാമര തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്രമക്കേടുകളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരുപക്ഷെ ഈ ക്രമക്കേടുകളൊന്നും പുറത്തു വരുമായിരുന്നില്ല. ഇവർ ആദ്യഘട്ടത്തിൽ പാർട്ടിക്ക് ഉൾപ്പെടെയാണ് പരാതി നൽകിയത്. പാർട്ടിയെ ബോധിപ്പിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അവിടെയുള്ള പ്രാദേശിക നേതാക്കളെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മറ്റ് ജില്ലാ നേതാക്കളെയും ഒക്കെ തന്നെയാണ് ഈ ക്രമക്കേടുകൾ ആദ്യം ചൂണ്ടിക്കാട്ടിയത്. അവിടെ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഇവർക്ക് നേരെ പാർട്ടി പ്രവർത്തകർ തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനുശേഷം മാത്രമാണ് ഇവർ ഈ വിവരം പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കാനായിട്ട് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അല്ല എങ്കിൽ ഒരുപക്ഷെ അത് പാർട്ടിക്കുള്ളിൽ തന്നെ അങ്ങനെ അടഞ്ഞു പോയേനെ. അങ്ങനെ എത്രയോ കേസുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്തായാലും ഇവർക്കെതിരെ ഒരു പ്രതികാര നടപടി പാർട്ടി സഖാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തോന്നലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വാർത്താ സമ്മേളനത്തിൽ ഈ ക്രമക്കേടുകൾ വിളിച്ചു കാണിക്കാൻ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് തയ്യാറായത്. അത് മാത്രമല്ല, മുതിർന്ന CPM നേതാവാണ് ഉണ്ണികൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് തന്നെ വാർത്താ സമ്മേളനത്തിന് നിർബന്ധിച്ചത്. അതായത് പാർട്ടിക്കെതിരായിട്ട് പാർട്ടി സഖാക്കൾ നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള വാർത്താ സമ്മേളനത്തിന് തന്നെ നിർബന്ധിച്ചതെന്നും ഈ പത്തനംതിട്ട പ്രസ് ക്ലബിന് മുന്നിൽ തന്നെ കാറിൽ കൊണ്ടിറക്കിയതും അദ്ദേഹം തന്നെയാണ് എന്നും പൊൻതാമര വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് CPMൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള ഉണ്ണികൃഷ്ണപിള്ളയ്ക്ക് പോലും ബോധ്യമായിരിക്കുന്നു തൻ്റെ പാർട്ടിയിലെ നേതാക്കളും അവിടുത്തെയുള്ള ആളുകളും ചേർന്നുകൊണ്ട് എത്രമാത്രം വലിയ ക്രമക്കേടുകളും അഴിമതിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഒപ്പം തൻ്റെ ഭാര്യയ്ക്ക് നേരെ ഈ CPM നേതാക്കളുടെ ആക്രമണം ഏത് നേരത്ത് വേണമെങ്കിലും ഉണ്ടാകാമെന്ന് ഭയന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഈ രീതിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്. അതിനെ തുടർന്നാണ് പൊൻതാമര ഈ രീതിയിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പാർട്ടി തലത്തിൽ ഇത് ആദ്യഘട്ടത്തിൽ പരാതിയൊക്കെ ആയിട്ട് ചെന്നുകൊണ്ട് അത് പരിഹരിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. അങ്ങനെ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എന്തായാലും അവർ പുറത്ത് ഈ കാര്യം പറയുവാനായിട്ട് തയ്യാറായത്. എന്തായാലും മുൻ പ്രസിഡന്റായിട്ടുള്ള രവീന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്രമക്കേടുകൾ പൂർണ്ണമായിട്ടും അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പൊൻതാമര പറയുന്നത്. ഇതുവരെ പരിശോധിച്ചതിൽ നിന്ന് 75 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ്. പക്ഷേ അതല്ല, അതിന് മുകളിൽ കോടികളുടെ ക്രമക്കേട് അടൂർ ബാങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. സഹകാരികളുടെ ഇത്തരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യമായിട്ടുള്ള തുക ഇത്തരത്തിൽ CPM അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ നേതാക്കൾക്ക് വേണ്ടിയിട്ട് അനിയന്ത്രിതമായിട്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് ചെലവഴിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ വയ്ക്കുന്ന പ്രമാണങ്ങൾ പോലും അനധികൃതമായിട്ട് ക്രമക്കേടുകൾ നടത്താനായിട്ട് ഇവർ ഉപയോഗിച്ചു, പൈസ ഇടപാടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ഒപ്പം ബാങ്ക് പ്രസിഡന്റിൻ്റെ ഒപ്പ് വരെ വ്യാജമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതുമാത്രമല്ല, ഈ ബാങ്കിലെ ജീവനക്കാർ പോലും ഈ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നു എന്നും പൊൻതാമര ആരോപിക്കുകയും ചെയ്യുന്നു. അതായത് CPMൻ്റെയൊക്കെ നോമിനികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ബാങ്കിലെ ജീവനക്കാരായിട്ടൊക്കെ സഹകരണ ബാങ്കിൻ്റെ ജീവനക്കാരായിട്ടൊക്കെ എത്തുന്നത്. അവരും ഇതിന് കൂട്ടുനിന്നു, തനിക്കെതിരായിട്ട്
നടപടികൾക്ക് അവരും കൂട്ടുനിന്നു എന്നുള്ള കാര്യവും പൊൻതാമര പറയുന്നത് മാത്രമല്ല, ഈ ക്രമക്കേടുകൾ നടന്നു വന്നിരുന്നത് വർഷങ്ങളായിട്ട് നടന്നു വന്നിരിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളാണ്, അത് ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. എന്തായാലും ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണമാണ് ഇനി ഉണ്ടാകേണ്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള സാമ്പത്തിക അന്വേഷണ ഏജൻസികൾ ഈ വിഷയം ഗൗരവമായി ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഇതിനോടകം ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നത്. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.